ബദഅനാ മദ്ഹ മടവൂരി. എന്താ വെച്ചാൽ ഒരാൾ ഒരു സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചാൽ മറ്റേ ആൾ അതിന് മറുപടി, മനസ്സിലായോ? അപ്പോൾ ഞാൻ അൻവരി മറുപടി പറഞ്ഞ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞേമീനും നൗഷാദ് തന്നെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവരെ പരിപാടി ഇതാ. സ്വന്തത്തിൽ നൗഷാദിൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഓൻ ഈ ആമാശത്തിലൊന്ന് പറയും, അടുത്ത ആമാശത്തിൽ പോയി അതിന് മറുപടി പറയും. അത് ഓൻ്റെ സ്വഭാവമാണ്. ഓൻ പറഞ്ഞില്ല ഇൽമ ഊരിപ്പോയാൽ അങ്ങനെ തന്നെ അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റുന്നു. ഇൽമയുടെ ഊരെടുക്കും, പിന്നെ പറഞ്ഞൊക്കെ അബദ്ധമെന്ന് ഓൻ പറഞ്ഞല്ല മുമ്പ് എന്നതിൻ്റെ ഉദാഹരണം. ഓൻ എവിടെ പ്രസംഗിച്ചാലും എവിടെ ആമാശയം നടത്തിയാലും അതിനുള്ള മറുപടി ഓൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൻ്റെ പുത്തനത്താണ് ഈ പ്രസംഗം ഒന്ന് കണ്ടോളി, അതൊന്ന് കണ്ടു നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോട്ടെ, മശായിഖന്മാരാണ് യഥാർത്ഥ ഇൽമിന്റെ ആളുകൾ. ആ ഇൽമിനെ വിമർശിക്കാൻ നമ്മുടെ കയ്യിൽ ആയുധമില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മശായിഖന്മാരൊരു പ്രവർത്തനം ചെയ്താൽ അവരെ വിമർശിക്കണ്ട. അവരെ വിമർശിച്ചതുകൊണ്ട് അവർക്കൊന്നും വരാനില്ല, അതവരെ സ്ഥാനം കൂടുകയല്ലാതെ അവർക്കൊന്നും വരാനില്ല. കണ്ടോ, ഇത് ഓൻ്റെ പുത്തനത്താണി പ്രഭാഷണമാണ്. ഏറ്റവും പുതിയ പ്രഭാഷണങ്ങളിൽപ്പെട്ട ഒരു പ്രഭാഷണമാണ്. എന്താ ഈ മൂപ്പര് പറയണ്ടേ? രണ്ട് കാര്യം പറയണ്ടേ. അതിൽ ആദ്യത്തെ വിഷയം നമ്മൾ ആദ്യം എടുക്കുക. മശായിഖന്മാരാണ് യഥാർത്ഥ ഇൽമിൻ്റെ അവകാശികൾ. പിന്നെ ആ മശായിഖന്മാരെ ഇൽമിനെ ചോദ്യം ചെയ്യാനോ എതിർക്കാനോ നമുക്ക് അവകാശമില്ല. എന്നാൽ ഈ മശായിഖന്മാരെ ഇൽമിനെ ചോദ്യം ചെയ്തതും മശായിഖന്മാരെ ഇൽമിനെ അളന്നതും അതിനെ കുറ്റം പറഞ്ഞതും അതിനെ എതിർത്തതൊക്കെ ആരാണ്? നൗഷാദ് തന്നെയാണ്. ഞാൻ കാണിച്ചുതരാം. മശായിഖന്മാരാണ് യഥാർത്ഥ ഇൽമിൻ്റെ അവകാശികൾ എന്ന് ഇപ്പം പറയണ്ടല്ലോ. എന്നാൽ ഈ മശായിഖന്മാർ തന്നെ ഓന് കുറ്റം പറഞ്ഞു നോക്കി, എതിർക്ക് നോക്കി. ആ ക്ലിപ്പ് ഒന്ന് കണ്ടോളി. ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ ഫർള് പോലും അറിയൂല. ഇക്കോലത്തിലുള്ള ഒരു ശൈഖാണെങ്കിൽ അയാൾ എങ്ങനെ ശൈഖാവും? പിന്നെ അതൊരു ബിസിനസ്സായി. എല്ലാവരും ത്വരീഖത്തിന്റെ ആളുകൾ. ഈ ത്വരീഖത്ത് എന്താ നീ സ്വീകരിച്ചവന് പോലും അറിയാത്ത അവസ്ഥ. കാര്യങ്ങളുടെ അക്സായി പോവുക, അഥവാ നേരെ മറിയാന്ന് പറയും. നമ്മളൊക്കെ നേരെ തൂക്കാവാന്നൊക്കെ പറയും പഴയ ആളുകൾ. അതായത് നന്നാവാൻ വേണ്ടി ഉണ്ടാക്കിയ ത്വരീഖത്തിനെ അതിന്റെ അർത്ഥതലങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് തീരെ ശരീഅത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാം. അതാ ഉദാഹരണം പറയാം. ത്വരീഖത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു, 5 വക്തെങ്കിലും ഉണ്ടായിരുന്നു. നോക്കുമ്പോ ത്വരീഖത്താണ് സ്വീകരിച്ചപ്പോ ഷേഖ് പറഞ്ഞെടുത്ത് മോനെ. മുകളിലെ ക്ലിപ്പുകൾ കണ്ടില്ലേ? മശായിഖന്മാരാണ് യഥാർത്ഥ ഇൽമിൻ്റെ അവകാശികൾ. ആ മശായിഖന്മാരെ ഇൽമിനെ എതിർക്കാൻ, അതിനെ അളക്കാൻ നമ്മളെ കൈക്കൽ മാനദണ്ഡമില്ല എന്ന് പറഞ്ഞ നൗഷാദ് തന്നെ മശായിഖന്മാരെ അളക്ക് നോക്കി, മശായിഖന്മാരെ ഇൽമിനെ പറ്റി ചോദ്യം ചെയ്ത് നോക്കി. കണ്ടോ? അപ്പോൾ ഇവൻ എന്ത് പ്രസംഗിച്ചാലും അതിൻ്റെ മറുപടി അവൻ പറഞ്ഞിട്ടുണ്ടാവും. അതെടുത്തിങ്ങനെ കാണിക്കേണ്ട പണി നമുക്കുള്ളൂ. ഈ ക്ലിപ്പ് കണ്ടോക്കി, മുകളിലെ ക്ലിപ്പും കണ്ടോക്കി. ആരാണ് ഇവിടെ മശായിഖന്മാരെ എതിർത്തത്? ആരാണ് മശായിഖന്മാരെ ഇൽമിനെ ചോദ്യം ചെയ്തത്? മനസ്സിലായോ? ഇതൊക്കെ ഇവിടെ നൗഷാദ് പഠിപ്പിച്ചതാ. പിന്നെ ഈ ക്ലിപ്പിൽ പറഞ്ഞ ഒന്നാമത് സംഗതി, മശായിഖന്മാരാണ് യഥാർത്ഥ ഇൽമിൻ്റെ അവകാശികൾ. ഓരോ ഇൽമിനെ നിങ്ങൾ അളക്കാൻ നമുക്ക് മാനദണ്ഡമില്ല, നിങ്ങൾ അളക്കണ്ട, അതിന് മാനദണ്ഡം നമുക്കില്ല, ഓരെ എതിർക്കാൻ മാനദണ്ഡമില്ല എന്ന് പറഞ്ഞ ഓരോ പിന്നെ മശായിഖന്മാരെ പറ്റി പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ ഫർള് അറിയില്ല, സുന്നത്തറിയില്ല, നിസ്കാരത്തിൻ്റെ മസല പോലും അറിയില്ല, അങ്ങനത്തെ ആളുകളെന്ന് പറഞ്ഞ് പരിഹസിക്കണം. നിങ്ങൾ കണ്ടില്ലേ മുകളിലെ ക്ലിപ്പിൽ? ഇനി ഇതിൽ പിന്നെ രണ്ടാമത് പറയേണ്ടത് മശായിഖന്മാരുടെ പ്രവർത്തനം കണ്ടിട്ട് അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോകണ്ട. മശായിഖന്മാരെന്ന് പറയപ്പെടുന്നവർ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടാന്ന് നൗഷാദ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ നൗഷാദ് തന്നെ ചോദ്യം ചെയ്യണം. കണ്ടോളി മശായിഖന്മാരുടെ പ്രവർത്തനം. അടുത്ത ക്ലിപ്പ് കണ്ടോളി. അപ്പോൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചതും ഇവിടെ പഠിപ്പിച്ചതും ഇവിടെ സാധാരണക്കാരെ പഠിപ്പിച്ചതൊക്കെ ഇയാൾ തന്നെയാണ്. ഇയാൾ എന്ത് പ്രസംഗിച്ചാലും അതിന് മറുപടി ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? അതിനെ ഒന്ന് കണ്ടോളി. നമ്മളൊക്കെ സഹോദര സഹോദരിമാരാണ്. എങ്ങനെ
ഷെയ്ഖിന്റെ അടുത്ത് പോണീന് മുമ്പ് ഒരു പാല് കൊടുക്കും. പാല് കൊടുത്താ പിന്നെന്തായി എന്നറിയോ? അപ്പൊ ഷെയ്ഖ് പറയും മുലകുടി ബന്ധായി, പാല് കുടിച്ചാ പിന്നെ നമ്മളെ കൊന്ന. അങ്ങനെ പിന്നെ പിന്നെ പരസ്പരം എല്ലായി. അപ്പൊ ശരീഅത്തിന്റെ നിയമങ്ങളെ മാറ്റിയിട്ട് ഒരു ത്വരീഖത്തില്ല. പിന്നെ ഒന്നും അറിയാതെ ഒരു ചങ്ങായി ഇങ്ങനെ ആവുലായി നടക്കാം. ഞാനിപ്പോ മറ്റേ ത്വരീഖത്തില. എന്താ ത്വരീഖത്ത്? ആ നിനക്ക് അറിഞ്ഞൂടാ. അതെന്താ ഷെയ്ഖ് അങ്ങനെ ഒരാളുണ്ട് അവിടെ, ആളുകളൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഇതാരെ ആളുകളൊന്നും എനിക്ക് വരുന്നില്ല. അതെന്തോ ത്വരീഖത്തെന്ന ഈ ഷെയ്ഖ് ഇയാളെ ഏറ്റെടുക്കണം. നമ്മൾ ആദ്യത്തെ ക്ലിപ്പ് കണ്ടില്ല നിങ്ങള്? മശായഖന്മാർ ഒരു പ്രവർത്തനം ചെയ്താൽ അവരെ വിമർശിക്കണ്ട എന്ന് മൂപ്പരിപ്പോൾ വയലറിയാ. എന്നാ മൂപ്പരെന്നെ അവിടെ വിമർശിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മശായഖന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ പെണ്ണിൻ്റെ കൈ പിടിച്ചു, പെണ്ണിൻ്റെ തൊള്ളിക്ക് കേക്ക് വെച്ചെടുത്തു, പെണ്ണും കെട്ടും വെച്ചെടുത്തു, എന്നിട്ട് പരസ്പരം കൂട്ടിപ്പിടിച്ചു, പരസ്പരം വ്യഭിചാര ആരോപണം വരെ മശായഖന്മാരെ പേരിൽ നടത്തിയ മൗലവിയാണ് പുത്തനത്താണി വന്നുകാണ്ട് വയലറിയുണ്ട്. പരസ്പരം എല്ലുമായി കൂട്ടിപ്പിടിച്ച് പിന്നെ പരസ്പരം എല്ലുമായി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടു? കല്യാണം കഴിച്ച ആൾക്കാരോട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ലോ, മനസ്സിലായോ? അങ്ങനെ ശേഖന്മാരെ പറ്റി വ്യംഗ്യമായി വ്യഭിചാരാരോപണം വരെ നടത്തിയ മൗലവി വന്നുകാണ്ട് ഇപ്പം വയല് വരെ എന്തേ മശായഖന്മാരെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യണ്ട, നമ്മക്കതറിയില്ല, ഇത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേനോ? ഇത് ഏതാണ്ട് ഒക്കെ നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആമാശയ മുന്നേറ്റല്ലേ? ഇത് നിങ്ങളെ ഷെയ്ഖും മറ്റോലും പൊരുത്തം തന്നുകാണ്ട് നടത്തിച്ചല്ലേ? ആമാശയ മുന്നേറ്റത്തിലൊക്കെ കനപ്പെട്ട ഇൽമുകളാണ് ആമാശയ മുന്നേറ്റത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അൻവരി പറയുന്നുണ്ട്. നല്ല കനപ്പെട്ട ഇൽമാണ് ഇതൊക്കെ, മനസ്സിലായോ? എന്നിട്ട് ഇത് ഞങ്ങളെ പണ്ഡിതന്മാർ ഏതെങ്കിലും കള്ളത്വരീഖത്തെ എതിർക്കുമ്പോൾ മശായിഖന്മാരെ എതിർത്തു കണ്ടോ? കാരണം മുൻകാലത്ത് നമ്മൾ സമസ്തന്റെ എല്ലാ നേതാക്കന്മാരും അതുപോലെ മുൻകാല പണ്ഡിതന്മാരൊക്കെ എതിർത്ത കള്ളത്വരീഖത്താണ് കൊണ്ടോട്ടി. ആ കൊണ്ടോട്ടി ത്വരീഖത്തിന് പേരോട് ഉസ്താദ് എതിർത്തപ്പം ഇയാൾ അടോ ഷെയ്ഖിനെ എതിർക്കണ്, മഹാനെ എതിർക്കണ് എന്ന് പറയുന്നത് ഒച്ചപ്പാടുണ്ടാക്കുക. എന്നിട്ട് പേരോടിനെ വഹാബിയാക്കുക. ഈ പേരോടിൻ്റെ ഉസ്താദിനും ബ്രഹ്മസ്ഥാനൊക്കെ വഹാബിയാക്കി നടക്കുന്ന ഇയാളെ എത്ര വഹാബിയാക്കണം? ഉമ്മർ മൗലവി കണ്ടാകില്ലേ? ഒരു വട്ടം മൊയ്തീൻ ഷെയ്ഖ് വിളിച്ചാൽ 4 വട്ടം കാഫിറാന്ന് പറഞ്ഞ മാതിരി ഇയാളെ ഒരു വട്ടം അല്ല വഹാബിയാക്കേണ്ടത്, 4 വട്ടം അല്ലെങ്കിൽ 4000 വട്ടം ആക്കണം ഉമ്മർ മൗലവിൻ്റെ കണക്കിൽ. മനസ്സിലായി നിങ്ങൾ?